ഹായ് ഡിയേഴ്സ്, പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാമേ ബോൺസൈനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ റീപോട്ടിങ്ങും വാട്ടറിങ്ങും ഫെർട്ടിലൈസിങ്ങും എല്ലാമാണ്. അപ്പം നമുക്കത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ബോൺസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളൊരു ചെറിയൊരു വിവരണം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോൺസൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാലോ ട്രേ എന്ന് വെച്ചാൽ പരന്ന ആഴം കുറഞ്ഞ പരന്ന പാത്രം. സായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്. അപ്പം ബോൺസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാലോ പോട്ടിൽ വെക്കുന്ന എന്ന് വെച്ചാൽ പരന്ന പാത്രത്തിൽ വെക്കുന്ന പ്ലാന്റിനെയാണ് ബോൺസൈ എന്ന് പറയുക. ചൈനയാണ് ഇതിൻ്റെ ജന്മസ്ഥാനം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ മുഴുവനായിട്ടുണ്ട്. നമ്മളെ കൊച്ചു കേരളത്തിലും കൂടിയിട്ട് ഇതിൻ്റെ അസോസിയേഷനും മറ്റുമൊക്കെ ഉണ്ട്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആർട്ടും കൂടിയാണ് ഈ ബോൺസൈ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മിനിയേച്ചർ ബോൺസൈ അഥവാ മാമേ ബോൺസൈ. ഈ ബോൺസൈയിൽ പലതരം കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറിയിൽ ഏറ്റവും ചെറിയ കാറ്റഗറിയാണ് മാമേ ബോൺസൈ എന്ന് വെച്ചാൽ ചെറിയ ഇത്ര ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഇത്ര ചെറിയ പോട്ടിലും കൂടിയിട്ട് ബോൺസൈ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ബോൺസൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇവനാണ് അത്. നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് ചെങ്കല്ല് പൊടിച്ചത്, ഗാർഡൻ സോയിൽ, കൊക്കോ പീറ്റ്, പെർലൈറ്റ്, എംസാൻഡ്, വെർമി കമ്പോസ്റ്റ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ചെടി വെക്കാനുള്ള ഒരു ചട്ടി, പിന്നെ ഒരു കമ്പി, പിന്നെ ചെടി, 1 വർഷം പ്രായമായിട്ടുള്ള ചെടി. അപ്പോൾ നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചട്ടിയിലേക്ക് നിറയ്ക്കാം. അപ്പോൾ അതിന് മുമ്പേ ചട്ടി ഒന്ന് തയ്യാറാക്കണം. ഇത് വലിയ ഹോളും ആ ചട്ടിയിൽ കണ്ടോ വലിയ ഹോളും 2 ചെറിയ ഹോളുണ്ട്. ചെറിയ ഹോൾ എന്തിനാണെന്നുള്ളത് പറയാം. ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്ത കമ്പി 2 ചെറിയ ഹോളിൽ കൂടി എടുത്തിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ആ വലിയ ഹോള് വാട്ടർ ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് ഹോൾ അടച്ച ശേഷം പോട്ടിംഗ് മിക്സ് അതിൽ നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ചെടി നമ്മൾ വേറൊരു ചട്ടിയിൽ 1 വർഷം പ്രായമായിട്ടുള്ള ചെടിയാണത് വളർത്തിക്കൊണ്ടുവന്നത്. അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഈ ചട്ടിയിലേക്ക് വെച്ചിട്ട് ഈ സൈഡിലുള്ള കമ്പി കണ്ടോ, ഈ കമ്പി നമ്മൾ ചെടിയെ ചട്ടിയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ ചെയ്യണം. എല്ലാ ബോൺസൈക്കും നമ്മളിങ്ങനെ കമ്പി വെച്ചിട്ട് ചെടിയെ ഫിക്സ് ചെയ്യണം. കാരണം ചെറിയ ഷാലോ പോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ചെടിയും കൂടി വലുതാവുന്ന സമയത്ത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മണ്ണ് നിറച്ച് എല്ലാം ഇത് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെയാണൊരു മാമേ ബോൺസൈ റിപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രൂണിങ് ചെയ്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് വേര് വരുന്നത് പുറത്തേക്ക് കട്ട് ചെയ്തെല്ലാം അതിൻ്റെ വളർച്ച ക്രമീകരിക്കണം. ഇനി നമ്മൾ ആ 1 വർഷം മുമ്പേ പ്രായമായിട്ടുള്ള ചെടി നമ്മൾ 1 വർഷം മുമ്പേ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു കട്ടിങ് എടുത്തിട്ട് ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു പോട്ടിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ വെക്കുക. അതിനെ വേറൊരു ചട്ടിയിൽ ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് ചെറിയ പോട്ടിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. ഇതിനെ ഡബിൾ പോട്ടിംഗ് രീതി എന്നാണ് പറയുക. ഇത് എല്ലാ ബോൺസൈയും നമ്മൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയാണ് ചെയ്യുക. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, 2ലും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അഥവാ മേലത്തേതിൽ ഇതിനെപ്പോഴും മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം താഴത്തെ മണ്ണിലുള്ള വെള്ളം മേലത്തെ ചട്ടിയിൽ നിന്ന് വലിച്ചെടുത്തോളും. അപ്പോൾ അതിലുകൊണ്ട് എപ്പോഴും വെള്ളത്തിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ 4 എണ്ണം, ബാക്കി 4 എണ്ണവും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു കലയും കൂടിയാണ് ഈ ബോൺസൈ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നിങ്ങളും എല്ലാവരും ചെയ്തു നോക്കണം. ഇനി ഇതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നിച്ച് കുത്തി ഒഴിക്കരുത്. വെള്ളം ഹോസ് പൈപ്പ് കൊണ്ടിട്ടോ മറ്റോ മഗ് കൊണ്ടോ ഒന്നും വെള്ളം അങ്ങനെ കുത്തി ഒഴിക്കരുത്. അതിനെ ഒന്നുകിൽ സ്പ്രേയറിൽ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു ബേസണിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. ഇങ്ങനെയാണ് ഈ മാമേ ബോൺസൈ നനയ്ക്കേണ്ടത്. വലിയ ബോൺസൈക്കാവുമ്പം കുറച്ച് പ്രശ്നമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല. പക്ഷേ ചെറിയ കുഞ്ഞു ബോൺസൈകൾ നനയ്ക്കുന്ന സമയത്ത് ഇതുപോലെ മാത്രമേ നനയ്ക്കാവൂ. അപ്പോൾ അടിയിലുള്ള ഹോളിൽ കൂടിയിട്ട് മേലെ മണ്ണ് മുഴുവൻ അത് വെള്ളം വലിച്ചെടുക്കും. അങ്ങനെ അത് എപ്പോഴും മോയ്സ്ചർ എപ്പോഴും അതിൽ നിലനിൽക്കും. ഇതിൽ എപ്പോഴും മോയ്സ്ചർ നിലനിൽക്കണം, അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോവും. കാരണം കുറച്ച് മണ്ണും കുറച്ച് ചെറിയ വേരും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് വളരുന്ന ചെടികളാണ്. അതുകൊണ്ട് അധികം വെയിലിലും വെക്കരുത്, സെമി ഷെയ്ഡിൽ വെക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ഫെർട്ടിലൈസേഷനും മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി. അത് NPK ആണെങ്കിൽ NPK അധികം ജൈവവള പ്രയോഗമാണ് നല്ലത്. പിന്നെ ഇങ്ങനെ
പിന്നെ ടിപ്പ് കട്ട് ചെയ്യുക, പിന്നെ ഇതിൻ്റെ വളർച്ച ക്രമീകരിക്കുക, കൂടുതലായിട്ട് വരുന്ന ശാഖ കട്ട് ചെയ്യുക. നമ്മളൊരു ഷേപ്പ് ആദ്യം എപ്പോഴും മനസ്സിൽ കാണണം. ആ ഷേപ്പിനനുസരിച്ചിട്ട് അത് വരുന്ന രീതിയിൽ അതിൻ്റെ ടിപ്പ് കട്ട് ചെയ്യുക, ബ്രാഞ്ച് കട്ട് ചെയ്യുക, എല്ലാം അതിനെ ക്രമീകരിച്ച് എപ്പോഴും ദിവസവും നിരീക്ഷിച്ചും കൊണ്ട് ഉണ്ടാവണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.